ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു ചായയാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇത് ബ്ലഡൊക്കെ നല്ല തിന്നാക്കാനുള്ളൊരു കഴിവും കൂടി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻറ്റ് ടൈമിൽ ഇതാവുന്നതും കഴിക്കാതിരിക്കുക. പക്ഷേ കൊളസ്ട്രോളൊക്കെ കുറച്ച് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല സ്മൂത്ത് ആവാനായിട്ടൊക്കെ ഈ ഉലുവ ചായ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ലതാണ്. ഉലുവ ഇതുപോലെ ഒരു നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ തന്നെ നമ്മളത് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമ്മൾ അത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ വറുത്തെടുക്കണം. നല്ലതുപോലെ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ വറുത്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ജാറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം ഇതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചായ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചായപ്പൊടി ഇടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ടത് തനിയെ ഇട്ടുണ്ടാക്കാനും കുഴപ്പമൊന്നുമില്ല. മധുരം ഇടേണ്ടവർക്ക് മധുരം ഇടാം. അത് സാധാരണ നമ്മൾ ചായ വെക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഒരു ഗ്ലാസ് ചായക്ക് വെള്ളം വയ്ക്കുമ്പോൾ ഒരു 3/4 ഗ്ലാസ് പാലെടുക്കുക, ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ചായ റെഡിയാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ്സിന് മേലെ ഞാൻ പാലെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി. അതല്ല പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്താൽ മതി. പാൽ ചായയിൽ മാത്രമല്ല കേട്ടോ, ഇതുപോലെ ഈ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി കട്ടൻ ചായയിലിട്ട് ചെയ്താലും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി തന്നെ കുടിക്കാൻ പറ്റും. ഇനി തേയിലയാണ് ഇടാൻ പോകുന്നത്. അത് ഇടേണ്ടവർക്ക് ഇടാം, അതല്ല തേയില വേണ്ട ഇങ്ങനെ തന്നെ തിളപ്പിച്ച് കുടിക്കണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 സ്പൂൺ തേയില ഇട്ടിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിനായതുകൊണ്ടാണ് ഈ 1/4 സ്പൂൺ ഇട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റോളം നമ്മളത് സ്റ്റൗവിൽ തന്നെ വെക്കുക. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പനേരം ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സ്റ്റൈനർ വെച്ചൊരു ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സായിട്ട് ചെയ്യണമെന്നില്ല. നമുക്കിപ്പോൾ രാവിലെ നമ്മൾ ചായ പൊതുവായിട്ടുണ്ടാക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ നമ്മൾ അറിയില്ല. പക്ഷേ സൂപ്പറായിട്ട് ഒരു ചായ നമുക്ക് കുടിക്കാം. ഇനി ചായയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മുടെ ശരീരവേദന, അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെഞ്ചിന് നീർക്കെട്ടൊക്കെ വരില്ലേ, അപ്പോഴേക്ക് ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ വളരെ ആശ്വാസമാണ്. അതുപോലെ നടുവേദന എടുക്കുമ്പോൾ, തളർച്ച, ക്ഷീണം എല്ലാത്തിനും തന്നെ ഇത് നല്ലൊരു ചായയാണ് കേട്ടോ. കയ്പോ അങ്ങനെയൊന്നും നമുക്കിതിന് തോന്നില്ല. ഇപ്പോൾ ചായയല്ല, നമ്മൾ വെറുതെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് ആ വെള്ളം കുടിച്ചാലും ഇത് ആ ചായയുടെ അത് തന്നെ ഗുണം ചെയ്യും. പിന്നെ ഉലുവയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ചായ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ മതി. കറിക്കൊക്കെ നമ്മൾ ഉലുവ ചേർക്കേണ്ടി വരുമ്പോൾ ഈ പൊടിയിൽ നിന്ന് എടുത്തിട്ടാൽ മതി. വറുത്ത് പൊടിച്ച ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. പിന്നെ നമ്മൾ കറിക്ക് മാത്രമല്ല, നമ്മൾ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ വെളിച്ചെണ്ണ നമ്മുടെ തലയോട്ടിയിലൊക്കെ പറ്റുകയാണെങ്കിൽ താരനൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.